ഹെവൽസിൻ്റെ 66 ലിറ്ററിൻ്റെ 2 ഇയർ പ്രൊഡക്റ്റ് വാറണ്ടി ഉള്ളൊരു ഓവനാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓൺലൈനിൽ വാങ്ങിച്ചതാണേ. അത് ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചത്. പിന്നെ ഷോപ്പിൽ നമ്മൾ അന്വേഷിച്ച സമയത്ത് ഷോപ്പിലെ റേറ്റും ഓൺലൈനിലെ റേറ്റും തമ്മിൽ 7500 രൂപ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ശരിക്കും അത് വെച്ചാൽ പ്രൊഡക്റ്റ് നമ്മൾ ഹെവൽസ് എന്ന് പറയുന്നത് നല്ല കമ്പനിയാണ്, കമ്പനി പ്രൊഡക്റ്റ് ആണല്ലോ. അതുകൊണ്ട് പിന്നെ പ്രൊഡക്റ്റ് എവിടെ നിന്ന് വാങ്ങിച്ചാലും ഒരുപോലെയല്ലേ ഉണ്ടാവുക. അങ്ങനെ മാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഓൺലൈനിൽ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുമുണ്ട് വീട്ടിലേക്ക്. അതിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു പെട്ടി കാണുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു വെച്ചാൽ പെട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഈ കാർഡ്ബോർഡ് നമ്മൾ എന്താ പറയുക, മഴയത്തൊക്കെ ഇട്ട് നനഞ്ഞിട്ട് ഒരു ശക്തിയില്ലാതെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന ടൈപ്പ് ഉണ്ടല്ലോ. അതേപോലെ ഇതിന് മുകളിൽ റാപ്പ് ചെയ്തിട്ടുള്ള സെലോ ടൈപ്പൊക്കെ ഗമ്മെല്ലാം വിട്ടിട്ടുള്ള, അത് നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, പെട്ടെന്ന് തുറക്കുമ്പോൾ തന്നെ അത് വിട്ടു പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ കാര്യമുള്ളത്. എന്നാലും കുഴപ്പമില്ല, ഉള്ളിൽ വേറെ ബോക്സ് ഉണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റിയപ്പോൾ എനിക്കൊരു സമാധാനം. കുഴപ്പമില്ല. മാത്രമല്ല തെർമോക്കോളൊക്കെ വെച്ചിട്ടാണല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾ വരിക. നമ്മൾ റോസ്മാൻ്റെ സ്റ്റാൻഡ് മിക്സറൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അതൊക്കെ ഇന്നും ഞാൻ നല്ല സൂപ്പറായിട്ട് ഇത്രയും വർഷമായിട്ട് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് നല്ല എട്ടിൻ്റെ പണിയായി. എട്ടിൻ്റെ പണി മീൻസ് ഭയങ്കര സങ്കടമായി ഇത് അൺബോക്സ് ചെയ്തപ്പോൾ. മക്കൾ ഉറങ്ങുന്നൊരു നേരത്ത് നല്ല ശാന്തമായിട്ട് എടുക്കാൻ വിചാരിച്ച് പുലർച്ചെ എണീറ്റിട്ട് ഒരു 4:30ക്ക് ചെയ്യുന്ന പണിയാണ് നിങ്ങളിത് കാണുന്നത്. അപ്പോൾ ഇതാ ബോക്സ് തുറന്നതും പൊട്ടിയത് ശരിക്കും തെർമോക്കോളല്ല, എൻ്റെ മനസ്സാണ് കേട്ടോ. അത് നുറുങ്ങിയെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഡൗണായി. കാരണം ഇവർ ഈ വീട്ടിലേക്ക് ഇത് കൊണ്ടുവച്ചപ്പോൾ തന്നെ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഏട്ടാ ഇത് നുറുങ്ങിപ്പോയിട്ടുണ്ടാവും. ആ രീതിയിലാണ് സാധനം വീട്ടിലേക്ക് എത്തിച്ചത്. കാരണം ഇവർ നമ്മളെ ഡെലിവറി ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടെയാണ് ഞാൻ പറഞ്ഞത്, മുറ്റം വരെ വണ്ടി വരും. കാരണം നിങ്ങൾക്കറിയാം നമ്മളെ വീട്ടിലേക്ക് വണ്ടി എത്താത്തൊരു വീടായിരുന്നു. ഇപ്പോൾ ഈ അടുത്താണ് വഴിയൊക്കെ വെട്ടി ക്ലിയർ ആക്കിയത്. അപ്പോൾ അവർ ചോദിച്ചു, ചേച്ചി ഞങ്ങൾക്ക് വളയ്ക്കാനൊക്കെ പറ്റുമോ? ഞാൻ പറഞ്ഞു ലോറി വരെ വന്നിട്ട് പോകുന്നതാണ്, നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ വന്നിട്ട് 2 വളവ് അപ്പുറം നിന്നിട്ട് എന്നെ വിളിച്ചു, ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പോയി. ഞാനും പണിക്കാരുണ്ടായിരുന്നേ, അവരൊക്കെ അവരോട് പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഇത്ര ദൂരത്ത് നിർത്തിയിട്ട് നടന്നു പോകേണ്ട ആവശ്യം, നിങ്ങൾ വീട്ടിലേക്ക് വണ്ടി എടുത്തോ, ഇത് വലിയ സാധനമാണല്ലോ. പക്ഷേ എത്ര തന്നെ എല്ലാ ആൾക്കാരും ഒരുപോലെ പറഞ്ഞിട്ട് അവരതിന് വില്ലിങ് ആയില്ല. അവർ പറഞ്ഞു, ഓ ഞങ്ങളിതിങ്ങനെ കൊണ്ടുവന്നതാണ് ചേട്ടാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞ്, ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനമാണ്. ചെറിയ 2 ചെക്കന്മാരാണേ വന്നത്. അപ്പോൾ ആ വെയിറ്റുള്ള സാധനം ഇവർ പറഞ്ഞാൽ കുഴപ്പമില്ല ചേച്ചി ഞങ്ങൾ കൊണ്ടുവരാം. എന്നിട്ട് ഇവരിതെടുത്ത് വരുമ്പോൾ എനിക്കാണ് ടെൻഷൻ ആവുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് പെട്ടി പൊട്ടിച്ച സമയത്ത് എനിക്കൊരു കറുത്ത സാധനം കിട്ടി ഗൈസ്. നല്ല സങ്കടമായി. ഈശ്വര, ഇനി ഇതിൻ്റെ ഏത് പാർട്ടാണ് ഈ പൊട്ടി വീണത് എന്നുള്ളൊരു സങ്കടമായി. നോക്കുമ്പം ഞാൻ തപ്പി നോക്കിയപ്പം ഈ ഒരു ഓവൻ്റെ കാലാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്കത് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഏട്ടൻ പറഞ്ഞില്ല, ഇത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ നടുവിൽ ഇതിങ്ങനെ പൊട്ടി ചീന്തി പോയിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചാലും ഒട്ടി നിൽക്കുന്ന രീതിയിലല്ല ഉള്ളത്. ക്ലാമ്പ് അടിയിലടക്കം ചെരിഞ്ഞിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏട്ടൻ കൺഫേം പറഞ്ഞു റിട്ടേൺ. ഓക്കെ, അതോടുകൂടി എൻ്റെ മൂഡ് മൊത്തം പോയിട്ടോ. ഭയങ്കര സങ്കടമായി. കാരണം ഞാനിതിപ്പം അൺബോക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾക്ക് പ്ലം കേക്ക് ഉണ്ടാക്കി കാണിക്കുക ബൾക്കായിട്ട്. പക്ഷേ ഇന്ന് എനിക്ക് ഡെലിവറി പോകേണ്ട കുറച്ച് കേക്കിൻ്റെ ഓർഡറുകൾ ഉണ്ടായിരുന്നേ. അപ്പോൾ കൊറിയർ ചെയ്യേണ്ടതുമായിരുന്നു. അപ്പോൾ 8 മണിക്കൂർ അതിനെ തണിയാനൊക്കെ വെക്കണമല്ലോ. അടുത്തതാണ് ഞാൻ കാണുന്നത്, ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ബോർഡ് മൊത്തം ഇങ്ങനെ അലൈൻമെൻറ്റൊക്കെ തെറ്റി. ഇത് കണ്ടോ, എന്തൊരു ദാരുണമായ അവസ്ഥയാണ് ഈ ഒരു ഓവൻ്റെന്ന് കണ്ടോ. ശരിക്കും സങ്കടമായി. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നശിച്ചു പോയതിലുള്ള സങ്കടമാണ് കേട്ടോ. നമുക്കത് കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതല്ല, ഇത്രയും വിലേൻ്റെ ഒരു സാധനം ഇതുപോലെ നശിച്ചു പോകുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവന്മാരടുത്താണെങ്കിൽ അവർ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഒരുത്തൻ ഇതെടുത്തിട്ട് ഇങ്ങനെ വന്ന് കുറച്ചടി വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ച്, അയ്യോ പിടി പിടി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആൾ കയറി പിടിച്ച്. പക്ഷേ അടുത്തവനും എടുത്തുകൊണ്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ ചേച്ചി ഇതൊന്നും ഓവൻ പിടിക്കുമോ? ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റൂല ഇത് പിടിക്കാൻ, ഞാൻ എങ്ങനെയാണ്, ഇതിൻ്റെ നല്ല വെയിറ്റ് അല്ലേ, എങ്ങനെ പിടിക്കാനാ? അപ്പോൾ അവൻ പറയുന്നത് എൻ്റെ ഫോണൊക്കെ ഒന്ന് പിടിക്കുമോ. അവൻ്റെ കയ്യിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ പിടിച്ചു. ഇവൻ എങ്ങനെയോ വീട്ടിലെത്തി സിറ്റ് ഔട്ടിലേക്ക് ഒരൊറ്റ വെക്കലാണ്. അതോടുകൂടി എൻ്റെ നെഞ്ചം തകർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഈശ്വരൻ, ഇത് ഞാൻ ചോദിച്ചു, ഇത് ഗ്ലാസ്സൊക്കെ ഉള്ള സാധനമല്ല, എങ്ങനെ ഇട്ടാൽ ശരിയാവുമോ? അപ്പോൾ അവൻ പറയാം, അത് ചിത്രം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇത് നമ്മളെ ചിക്കനൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യൂലേ പാർട്ടിയിലൊക്കെ, അതുപോലെയുള്ള സംഭവങ്ങളുടെ ഇതാണ്. ഞാൻ ഇത്രയും വലിയ ബോക്സിൽ അത് മാത്രം അങ്ങനെ വരുമോ? അപ്പോൾ അവൻ പറയാം, അല്ല ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്നുള്ളത് എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഓവനാണ്. അത് കൊണ്ടുവരുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, അത് അവർ ശ്രദ്ധിക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല. ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാന്യത അവർ കാണിച്ചിട്ടില്ല കേട്ടോ.
അങ്ങനെ എന്തായാലും പോയി ഇത് റിട്ടേൺ ഉറപ്പിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ അടിയത്തെ ട്രേ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, രണ്ടും കൂടെ ലോക്കായിട്ടുള്ളത്. ഏട്ടന് ഞാൻ ഒരുപാട് ശ്രമിച്ചു, ഇനി ഞങ്ങൾക്ക് അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് റിട്ടേൺ ആണല്ലോ, ഇനിയിപ്പോൾ ഇത് ഈ വലുപ്പത്തിൽ നമുക്ക് എത്ര ടിന്ന് ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കി. 5 ട്രേ, 8 ഇഞ്ച്, 9 ഇഞ്ച്, 6.5 ഇഞ്ച്, 7 ഇഞ്ച്, 5 ഇഞ്ച്, 4 ഇഞ്ച്, ഈ ഇത്രയും ട്രേ ആണ് ആ വെച്ചിരിക്കുന്നത് കണ്ടത്. അങ്ങനെ മാറ്റി മാറ്റി വെച്ച് നോക്കുകയാണ് 10 ഇഞ്ചിൻ്റെ ട്രേ ഒക്കെ. കണ്ടോ, ഈ ഒരു തെർമോക്കോളൊക്കെ ഇതുപോലെ നുറുങ്ങണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ. ഇത് മാത്രമല്ല കേട്ടോ, എന്താണ്, അയ്യോ, ലാമിനേറ്റഡ് ആയിട്ടുള്ള ട്രേ ആണെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ലാമിനേറ്റൊക്കെ തന്നെയാണ്, പക്ഷെ അത് നുറുങ്ങി എന്താ പറയുക, അത് ഈ വീഡിയോയിൽ ഇടാൻ വിട്ടുപോയതാണ്. അതെല്ലാം കൂടെ ചുക്കി ചുളിഞ്ഞ പോലെ, അതായത് നമ്മളെ കുക്കീസിൻ്റെ ട്രേ ഇല്ലേ, അതെല്ലാം ഹമ്പെല്ലാം വീണിട്ട് ഒരു ഭയങ്കര രീതിയിലാണ് ഉള്ളത്. അതൊക്കെ എല്ലാം സംഭവം സെറ്റായിട്ടുണ്ട്. എല്ലാ തരത്തിലും റിട്ടേൺ ചെയ്യാനുള്ള റീസൺ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റിട്ടേൺ അടിക്കാം, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക, റീപ്ലേസ് ചെയ്യൂട്ടോ.